അപ്പോൾ എൻഡോമെട്രിയോസിസ് ഉള്ള ആളുടെ അടുത്ത് നമ്മൾ നേരത്തെ ഫാമിലി കംപ്ലീറ്റ് ചെയ്യാൻ പറയും. നേരത്തെ പ്രഗ്നന്റ് ആയിക്കോ, നേരത്തെ കുട്ടികളുണ്ടായിക്കോ. അതാ കാരണം മോർ യു വെയിറ്റ് മോർ ദി അഡഷൻസ് ഫോം ആവും. അഡഷൻസ് ഫോം ആവും തോറും ഈ ഓർഗൻസ് എല്ലാം തമ്മിൽ ഒട്ടിപ്പിടിച്ചിട്ട് ഇതെല്ലാം കൂടി ഒരു ബോളായിട്ട് കിസ്സിങ് ഓവറീസ് ഒക്കെ ഉണ്ട്. രണ്ട് ഓവറി അകന്നിരിക്കേണ്ട ഓവറി ചേർന്ന് വന്ന് ഇങ്ങനെ ഉമ്മ വെച്ചിരിക്കും, ഇങ്ങനെ ഇരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ അതിനെ മൊത്തത്തിൽ യു കാൺ റിയലി ഇപ്പോൾ ഇംപ്ലാന്റേഷൻ നടന്നാൽ തന്നെ അബദ്ധത്തിൽ ആ ബേബി ഒന്ന് ഗ്രോ ചെയ്യാനും നല്ല ബുദ്ധിമുട്ടായിരിക്കും. അപ്പം സോ എൻഡോമെട്രിയോസിസ് ബൈ ക്ലാസിഫിക്കേഷൻ മിനിമൽ, മൈൽഡ്, മോഡറേറ്റ്, സിവിയർ ഉണ്ട്. അപ്പോൾ അതിൽ സിവിയർ കേസൊക്കെ ആണെങ്കിൽ യൂഷ്വലി നമ്മൾ എൻഡോമെട്രിയോട്ടിക് ഡെപ്പോസിറ്റ്സിൻ്റെ സൈസും ലീഷൻ്റെ നമ്പറൊക്കെ വെച്ചിട്ടാണ് ഈ ക്ലാസിഫിക്കേഷൻ പറഞ്ഞേക്കുന്നത്. പിന്നെ അഡഷൻസ് വെച്ചിട്ട്. അപ്പോൾ അതിൽ സിവിയർ ഒക്കെ ആണെങ്കിൽ നമ്മൾ IVF തന്നെ പറയാറ്. വി കാൺ ഡു എനിത്തിങ്. ഇപ്പോൾ എത്രയൊക്കെ ഫോളിക്കുലർ കൗണ്ട് ഉണ്ടെന്ന് പറഞ്ഞാലും ലൈക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ട്യൂബിന് എന്താണ് മോട്ടിലിറ്റി, ട്യൂബിങ്ങനെ അനങ്ങണമല്ലോ, മൂവ്മെന്റ് ഇല്ലെങ്കിൽ ട്യൂബിനകത്തുള്ള സീലിയ ഹാസ് ടു മൂവ്. അപ്പം അതിനൊക്കെ വേണം ഒരു അതായത് എംബ്രിയോ ഷുഡ് ട്രാവൽ ഫ്രം ദി ഫെർട്ടിലൈസ്ഡ് സൈറ്റ് ടു ദി യൂട്രൈൻ ക്യാവിറ്റി. അപ്പോൾ അതുവരേക്കും അത് ട്രാവൽ ചെയ്യണമെങ്കിൽ ഈ പറയുന്ന പാസേജ് എല്ലാം നന്നായിട്ടിരിക്കണം, ക്ലിയർ ആയിട്ടിരിക്കണം. ഈ ഒട്ടിപ്പൊക്കെ ഉണ്ടെങ്കിൽ ട്രാവൽ ചെയ്യാൻ പറ്റത്തില്ല. അപ്പം തന്നെ പിന്നെ ഇതൊരു ക്യാൻസർ ഫോർമേഷൻ, ക്യാൻസർ ആവുമോ ഇൻ ഫ്യൂച്ചർ? ഇത് ക്യാൻസർ ആവും, കുറേ നാൾ എൻഡോമെട്രിയോസിസ് ഇരുന്നിട്ട് ഇതൊരു ക്യാൻസറായി മാറുമോ? അല്ലെങ്കിൽ പിന്നെ നമ്മൾ CA 125 മാർക്കറാണല്ലോ, നമ്മളത് എഴുതി കൊടുക്കാറുണ്ട്. എൻഡോമെട്രിയോസിസ് ഉള്ളവർക്കെല്ലാം നമ്മളത് റൈസ് ആയിട്ട് എലിവേറ്റഡ് ആയിരിക്കും, എങ്കിൽ പോലും നമ്മളൊന്ന് എഴുതി വിടാറുണ്ട് അല്ലേ. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ പേഷ്യൻസിന് ഒരു ടെൻഷൻ വരാറുണ്ട്. ഇത് ക്യാൻസർ ആണോ, ഇത് ക്യാൻസർ ആവുമോ? കാരണം ഇത് ഗ്രോ ചെയ്യുന്നുണ്ട്, ഇത് സ്പ്രെഡ് ആവുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും അപ്പോൾ ഇത് ക്യാൻസർ ആവില്ല, വളരെ റെയറായിട്ട് എന്തോ ഒരു 1% ചാൻസേ ഉള്ളൂ ക്യാൻസർ ആവാനുള്ള അല്ലേ. കാരണം ഇത് ഓരോ സൈക്കിൾ, അതായത് നമ്മുടെ ഓരോ മാസത്തെ ഓരോ സൈക്കിൾ കഴിയുമ്പോഴും പുതിയ പുതിയ എൻഡോമെട്രിയോട്ടിക് ഡെപ്പോസിറ്റ്സ് ഫോം ആയിക്കൊണ്ടേയിരിക്കും. കൂടുതൽ ഫോം ആവുന്നതോറും കൂടുതൽ അഡഷൻസ് വരും. കൂടുതൽ അഡഷൻസ് വരുമ്പോഴത്തേക്ക് ഈ ഫെർട്ടിലിറ്റി ഫാക്ടർ താഴോട്ട് വന്നുകൊണ്ടിരിക്കും. അപ്പം എത്രത്തോളം നമ്മൾ ഈ മാസമുള്ള സൈക്കിൾ നമ്മൾ നിർത്താൻ നോക്കും. അതിനാണ് നമ്മൾ OC പിൽസ് ഇടുന്നത്. അപ്പോൾ OC പിൽസ് കൊടുക്കുമ്പോഴത്തേക്ക് ഇത് നടക്കത്തില്ല, ഈ മെൻസ്ട്രുവേഷൻ നടക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് കണ്ടിന്യൂസ് ആയിട്ട് OCP കൊടുക്കും. ആ രീതിയിൽ നമുക്ക് സപ്രസ് ചെയ്യാനേ പറ്റത്തുള്ളൂ. മൈൽഡ് ആണെങ്കിൽ ട്രീറ്റബിൾ ആണോ? ഇത് ബേസിക്കലി നമുക്ക് പെയിൻ കില്ലേഴ്സ് നമ്മുടെ കൊടുക്കുന്ന പെയിൻ കില്ലേഴ്സ് കൊടുക്കും, NSAIDs കൊടുക്കും. ഇതുപോലെ എന്താ പറയുക, ഫെർട്ടിലിറ്റി ആഗ്രഹിക്കുന്നവർക്ക് OCP കൊടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ അത് ചെയ്യാൻ പറ്റത്തില്ല. പെയിൻ കില്ലേഴ്സ് കൊടുക്കാം, NSAIDs, അതായത് ഡിസ്മെനോറിയയ്ക്ക്. വേറെ ഞാൻ ഈ പറയുന്ന നേരത്തെ എന്താ പറയുക കംപ്ലീറ്റ് ചെയ്യുക ഫാമിലി. അപ്പോൾ അതല്ലാതെ ചോക്ലേറ്റ് സിസ്റ്റം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് റിമൂവ് ചെയ്ത് കൊടുക്കാം. അതും ഭയങ്കരമായിട്ട് എക്സ്റ്റെൻസീവായിട്ട് ഓവറി മൊത്തം ഇൻവോൾവ് ആയിരിക്കുന്നതൊക്കെ ഓവറി നശിപ്പിക്കാതെ എടുക്കാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കും. നമ്മൾ മാക്സിമം നമുക്ക് ഫോളിക്കിൾസിനെ റീറ്റെയിൻ ചെയ്ത സിസ്റ്റ് മാത്രം ആയിട്ട് എടുക്കാൻ സാധിക്കുമെങ്കിൽ നല്ലത്. പ്രശ്നം മീൻസ് ഈവൻ വെൻ വി ഓപ്പൺ ഫോർ സർജറി, ഈ അഡഷൻസ് കാരണം ഭയങ്കര പാടാണ് ഓപ്പറേറ്റ് ചെയ്യാൻ. നമുക്കൊന്നും ഒരു ഡൈസെക്ട് ചെയ്യാനേ പറ്റത്തില്ല, നമുക്കൊരു ഇൻസ്ട്രുമെന്റ് കടത്താൻ പറ്റത്തില്ല. ഇതെല്ലാം കൂടെ ഒട്ടിയിരിക്കുന്നുണ്ട്. എന്തെങ്കിലും രീതിയിൽ ഡൈസെക്ട് ചെയ്യാൻ നോക്കുമ്പോഴത്തേക്ക് ബ്ലീഡിങ് വരും, ഭയങ്കര ബ്ലീഡിങ്. എന്തോന്ന് മനസ്സിലാത്തവരാണെങ്കിൽ നമ്മൾ ഈ കഞ്ഞിപ്പശ പോലെ അല്ലെങ്കിൽ സ്പൈഡർ ചിലന്തി വല പോലെ അല്ലെ, ചിലന്തി വല എന്ന് പറയാൻ പറ്റില്ല, കുറച്ചുകൂടെ ഗ്ലൂ പോലെ ഇങ്ങനെ ഒരു ഈ ഒട്ടിയിരിക്കുന്നതിനാണ് നമ്മൾ അഡീഷൻസ് എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ ഓവറിൽ നിന്ന് നമ്മളുടെ യൂട്രസിലേക്ക് ഇങ്ങനെ ഒട്ടിയിരിക്കും. അത് വലിച്ച് ആ ഗ്ലൂ പലപ്പോഴും നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് ഇൻഡസ്റ്റൈനിലോട്ടും അഡഷൻസ് കാണും. അപ്പോൾ അത് കാരണം അവർക്ക് വേറെ സിംറ്റംസ് ഉണ്ടായില്ലായിരിക്കും. പക്ഷേ ഇങ്ങനെയൊക്കെ ഇങ്ങനെ ഒട്ടിയിരിക്കുവാണെങ്കിൽ ഫെർട്ടിലിറ്റിനെ നല്ലപോലെ എഫക്റ്റ് ആവും.